കലണ്ടർ സ്പ്രെഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. ലാസ്റ്റ് വീക്കെൻഡ് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ജൂലൈ 20th QQQ കലണ്ടർ സ്പ്രെഡ് പുട്ടിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ആദ്യം പറയുന്നത്. അത് സ്ട്രൈക്ക് പ്രൈസ് 284 സ്ട്രൈക്ക് പ്രൈസ് ഉള്ള QQQൻ്റെ പുട്ട് ഞാൻ $119 പർച്ചേസ് ചെയ്യുന്നു. അതേ ദിവസം തന്നെ QQQ കലണ്ടർ സ്പ്രെഡിൻ്റെ കോള് 316 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളത് $117 പർച്ചേസ് ചെയ്യുന്നുണ്ട്. കലണ്ടർ സ്പ്രെഡിൽ നേരത്തെ വാങ്ങിയിരുന്ന ഒരു ലെഗ് ഞാനൊരു $3 പർച്ചേസ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ്. ജൂലൈ 27 QQQൻ്റെ 316 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള കോള് ഞാൻ $70 സെല്ല് ചെയ്യുകയാണ്. മൊത്തം ബൈ ചെയ്യാൻ എടുത്തത് 120 പ്ലസ് 119 $239. വിറ്റത് $70. അപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ലോസ് 239 മൈനസ് 70 $169. ഞാൻ ജൂലൈ 20 വാങ്ങിയ സ്ട്രൈക്ക് പ്രൈസ് 284 ആയിട്ടുള്ള പുട്ട് എക്സ്പയർ ആയിപ്പോയി. എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല, ട്രേഡ് നടന്നില്ല. ജൂലൈ 27 QQQൻ്റെ കോള് 320 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളത് $104 ഞാൻ പർച്ചേസ് ചെയ്യുന്നു. അതേസമയം തന്നെ പുട്ടിൻ്റെ 288 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളത് $98 പർച്ചേസ് ചെയ്യുന്നു. ജൂലൈ 28 കോള് 320 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളത് ഞാൻ $138 വിറ്റു. പുട്ട് 288 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളത് $75 വിറ്റു. $202 പർച്ചേസ് ചെയ്തത് $213 ഞാനപ്പോൾ സെയിൽ നടത്തി. അപ്പോൾ എനിക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് $11. ജൂലൈ 29 പുട്ട് സ്ട്രൈക്ക് പ്രൈസ് 298 ഉള്ളത് ഞാൻ $104 പർച്ചേസ് ചെയ്തു. സെയിം പുട്ട് ഒരു 2 എണ്ണം കൂടി $103 ഞാൻ മേടിച്ചു. അപ്പോൾ മൊത്തം ഞാൻ വാങ്ങിയിരിക്കുന്നത് $103 2 ഷെയറും കൂടി ഉൾപ്പെടെ 206 പ്ലസ് 104, അപ്പോൾ 3 എണ്ണം 310 ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന പുട്ട്. കോള 327 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളത് ഒരെണ്ണം 105 ഞാൻ വാങ്ങി. അതേപോലെ തന്നെ 106 ഒരെണ്ണം വാങ്ങി, ഒരെണ്ണം 110 മേടിച്ചു. മൊത്തം 3 എണ്ണം $321. ഓഗസ്റ്റ് 1 കോള് 3 എണ്ണം $396 ഞാൻ സെയിൽ നടത്തി. പുട്ട് 3 എണ്ണം $252 ഞാൻ വിറ്റു. 631 വാങ്ങിയത് ഞാൻ $678 വിറ്റു. അപ്പം എനിക്ക് കിട്ടിയ ലാഭം $47. ഫസ്റ്റ് ട്രേഡിൽ എനിക്ക് വന്നിരിക്കുന്ന നഷ്ടം $169 സെക്കൻഡ് ട്രേഡിൽ എനിക്ക് $11 ലാഭം കിട്ടി. മൂന്നാമത്തെ ട്രേഡിൽ എനിക്ക് $47 ലാഭം കിട്ടി. അപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന നഷ്ടം $111.